ഓരോ ദിവസവും നൂറുകണക്കിന് ഉത്തരേന്ത്യക്കാരാണ് അതിഥി തൊഴിലാളികളായി നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവരിൽ പലരും ലഹരി കടത്ത സംഘത്തിലെ കണ്ണികൾ കൂടിയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ലഹരി എത്തുന്നതിൽ ഇത്തരത്തിൽ ഉത്തരേന്ത്യക്കാർക്കുള്ള പങ്ക് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവരെയും അടച്ചു പറയുകയല്ല, പക്ഷേ പലരും ഇത്തരത്തിൽ ലഹരി വിൽപ്പനക്കാരായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി കോഴിക്കോട് എക്സൈസ് സംഘം കൊളത്തറ വെച്ച് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു ബീഹാർ സ്വദേശിയായ വ്യക്തിയുടെ മുറിയിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവാണ് പിടികൂടിയത്. കൊളത്തറ ക്രസന്റ് ബസാറിൽ വെച്ച് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മിഠായി രൂപത്തിൽ വർണ്ണശബളമായ കടലാസിൽ പൊതിഞ്ഞ ഉരുട്ടിയ നിലയിൽ ആയിരക്കണക്കിന് കഞ്ചാവ് മിഠായികൾ എക്സൈസ് സംഘത്തിന് പിടികൂടാൻ വേണ്ടി സാധിച്ചത്. തങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇന്നലെ രാത്രി കോഴിക്കോട് കൊളത്തറയിലുള്ള ക്രസന്റ് ബസാറിൽ നടത്തിയ പരിശോധനയിലാണ് ബീഹാർ സ്വദേശിയായ അസ്ലം അൻസാരിയുടെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ 16.2 കിലോഗ്രാമോളം വരുന്ന കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇത് സാധാരണ നിലയ്ക്കുള്ള കഞ്ചാവായിരുന്നില്ല, മറിച്ച് മിഠായി രൂപത്തിൽ ഉരുട്ടി വർണ്ണാഭമായ കടലാസുകളിൽ പൊതിഞ്ഞ 3140 പാക്കറ്റുകളാണ് എക്സൈസ് സംഘത്തിന് അസ്ലം അൻസാരിയുടെ മുറിയിൽ നിന്ന് കണ്ടെത്താനായി സാധിച്ചത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ബീഹാറിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് കേരളത്തിൽ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സമീപത്തെ ചില കടകൾ വഴിയാണ് ഇയാൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് എക്സൈസ് സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇത് സാധാരണ നിലയ്ക്കുള്ള കഞ്ചാവല്ല, അതിനകത്ത് ചില മിശ്രിതങ്ങളെല്ലാം ചേർത്താണ് ഉരുട്ടി ഇത്തരത്തിൽ കഞ്ചാവ് മിഠായി അല്ലെങ്കിൽ കഞ്ചാവ് ഗോലി എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ വസ്തുക്കൾ മാറ്റുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശീതള പാനീയങ്ങളിലും മറ്റും കലക്കി ഇത് ഉപയോഗിക്കുകയാണ് പതിവ് എന്നുള്ളതാണ് എക്സൈസ് സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയായാലും അസ്ലം അൻസാരി ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു. ആദ്യ പരിശോധനയിൽ അയാൾ പറയുന്നത് ഇയാൾ തനിച്ചാണ് ഇത്തരത്തിൽ ബീഹാറിൽ നിന്നും ഇത്തരത്തിൽ ഈ വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എക്സൈസ് സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇയാൾ തനിച്ചല്ല, മറിച്ച് ഇയാളുടെ ചില ബന്ധുക്കൾക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട്. അവരെല്ലാവരും കൂടി ഉൾപ്പെട്ട ഒരു ശൃംഖലയുടെ ഭാഗമാണ് അസ്ലം അൻസാരി എന്നുള്ളതാണ്. എന്തിനായാലും വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എക്സൈസ് സംഘം എന്നുള്ളതാണ്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എക്സൈസ് സംഘത്തിന് കൊളത്തറ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ലഹരി കച്ചവടക്കാരുടെ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടത്തിയ രഹസ്യമായ പരിശോധനയിലാണ് അസ്ലം അൻസാരി എന്ന് പറയുന്ന ബീഹാറുകാരൻ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ ലഹരിയുടെ കണ്ണികൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പുറത്തു വരുമ്പോൾ ജാഗരൂകരായിരിക്കേണ്ടത് മാതാപിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്.